വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇനി വരുന്ന 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണിത്. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 50 ക്വസ്റ്റ്യൻസിനും എല്ലാവരും ആൻസർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ 50 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി എസ് സോമനാഥ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഓർത്തു വെച്ചോണം, ഇപ്പോഴത്തെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. ഓപ്ഷൻ എ ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓപ്ഷൻ എ വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ഓപ്ഷൻ എ ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻ ബി പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഓപ്ഷൻ ബി ദാമോദർ മൗസോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഓർത്തു വെച്ചോണം, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഓപ്ഷൻ സി മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ സി ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയാണ്. ഓർത്തു വെച്ചോണം,
ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവനകളും കൂടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ ബി ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തതേത്? താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തതേതാണ്? ഓപ്ഷൻ ഡി സാംഭാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഓപ്ഷൻ സി റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാധിയ ധൂബ്രി. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് ഹാൽദിയ അലഹബാദിനെയാണ്. അതുപോലെ ദേശീയ ജലപാത 3 NW3 ബന്ധിപ്പിക്കുന്നത് കോട്ടപ്പുറം കൊല്ലത്തിനെയാണ്. ദേശീയ ജലപാത 4 NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനട പുതുശ്ശേരിനെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. എല്ലാം ഒന്നുകൂടി ഒന്ന് പറയാം കേട്ടോ. ദേശീയ ജലപാത 2 അതായത് NW2 ബന്ധിപ്പിക്കുന്നത് സാധിയ ധൂബ്രി. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത് ഹാൽദിയ അലഹബാദ്. ദേശീയ ജലപാത 3 NW3 ബന്ധിപ്പിക്കുന്നത് കോട്ടപ്പുറം കൊല്ലം. ദേശീയ ജലപാത 4 NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനട പുതുശ്ശേരി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ സി ബംഗാളി. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേതാണ്? ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ ന്യായവാദ അർഹമല്ല. മൗലിക അവകാശങ്ങൾ ന്യായവാദ അർഹമാണ്. കാരണം എന്താണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് നീതി നേടാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണെന്ന് പറയുന്നത്. ഇവിടെ പറയാം, മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് നീതി നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമാണ്. ഓക്കെ.
ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളും കൂടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആന, കാള, സിംഹം, കുതിര. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ് ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി സ്വത്തവകാശം. സ്വത്തവകാശം ഈ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നതെല്ലാം മൗലിക അവകാശങ്ങളാണ്. അപ്പം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തായിരുന്നു. പണ്ട് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതായിരുന്നു ഈ സ്വത്തവകാശം, പക്ഷേ പിന്നീട് അത് നീക്കം ചെയ്തു. അപ്പോൾ ഇപ്പോൾ സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ്, അതായത് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി സ്വത്തവകാശം. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ എ 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഓപ്ഷൻ ഡി സമ്പാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്?
കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ ബി ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളാണുള്ളത്. അത് വയനാടും ഇടുക്കിയാണ്. ഓർത്തു വെച്ചോണേ, കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളേ ഉള്ളൂ. അത് വയനാടും ഇടുക്കിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ ബി ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത. കേരളത്തിലെ ദേശീയ ജലപാത ഓപ്ഷൻ സി NW3. ദേശീയ ജലപാത 3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ എ ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ജനറൽ PSC മാത്സ് കോഴ്സ് സ്റ്റഡി വിൻ PSC തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കും. ബേസിക് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് 10th ലെവലിനും +2 ലെവലിനും ഡിഗ്രി ലെവലിനും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുക എന്നാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാം തന്നെ പ്രീവിയസ് ഇയറിലെയും ടോപ്പിക്ക് വൈസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് മാർച്ച് 1 മുതൽ മെയ് 31 വരെ അങ്ങനെ ഒരു 3 months ക്ലാസ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും പോർഷൻ തീരാനുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടി ക്ലാസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. 500 രൂപയേ ഉള്ളൂ ഫീസ്. മാത്സ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നൊരു കോഴ്സായിരിക്കും അത്. അപ്പോൾ താല്പര്യമുള്ളവർ, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഇതുവരെ കോഴ്സുകളൊന്നും എടുത്തിട്ടില്ല, അപ്പം ആദ്യമായിട്ടാണ് എടുക്കുന്നത്.
എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കത്തുള്ളൂ. കാരണം ഇത് വളരെ ചെറിയൊരു ഫീസല്ലേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഒരു 8-10 ഫീസ് ചെറുതോ വലുതെന്നുള്ളതല്ല, ആൾക്കാർ കുറവാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരത്തില്ലല്ലോ. ഒരു 8-10 പേരെന്ന് പറയുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് ടെലഗ്രാം ചാനലിലൂടെ ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കണേ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ എൻ്റെ മാത്സ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാം. റീസെൻ്റ്ലി നടക്കുന്നതും പ്രീവിയസ് ഇയറിലെ ആയിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും മാത്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിലുണ്ട്. അതുകൂടാതെ ഞാൻ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, അതിൻ്റെ എല്ലാം ട്രിക്കുകളൊക്കെയുള്ള ക്ലാസ്സുകൾ വേറെ എടുത്തിട്ടുണ്ട്. ഏജ് പ്രോബ്ലത്തിൻ്റെ ഒക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏജ് പ്രോബ്ലത്തിൻ്റെ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സുകളൊന്ന് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു താല്പര്യമുള്ളവർ മാത്രം എനിക്ക് ടെലഗ്രാം ചാനലിൽ ഒരു പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. ഒരു 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.